നമ്മളെല്ലാവരും ഒരു സ്വപ്നമാണ് ബ്രൈറ്റ്, ഗ്ലോയി, ബ്ലെമിഷ് ഫ്രീ, ഒരു പാടില്ലാത്തൊരു സ്കിൻ അല്ലേ. സോ ഈ സ്കിന്നിന് വേണ്ടി നമ്മൾ തേടി നടന്ന് പല ടൈപ്പിലുള്ള നാച്ചുറൽ ഹോം റെമഡീസ് ചെയ്ത് കാണും. ഒരു ഡെർമറ്റോളജിസ്റ്റ് ആയിട്ട് ഞാൻ എന്തൊക്കെയാണ് അഡ്വൈസ് ചെയ്യാറ്, ഇതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുക എന്ന് കുറിച്ചാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുക. സോ ഈ വീഡിയോയിൽ നമ്മൾ 3 കാര്യങ്ങളായിരിക്കും ഹോം പാക്സ് ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുക. ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ്, ചന്ദനം. നമ്മളെല്ലാവരും വീട്ടിലുണ്ടാകാം. നാച്ചുറലായിട്ട് നമ്മൾ തന്നെ പേസ്റ്റ് ആക്കി ഉണ്ടാക്കി കൊടുത്തിട്ട് അതിന് മുഖത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇതിനൊപ്പം നമുക്ക് കാച്ചാത്ത പാലുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ വേണമെങ്കിൽ അതിൻ്റെ കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. പാലിൻ്റെ കൂടെ മിക്സ് ചെയ്യാം, അല്ലെങ്കിൽ ഇല്ലാണ്ടും നമുക്ക് ഇട്ട് കൊടുക്കാം. ഓൾമോസ്റ്റ് ഒരു 15-20 മിനിറ്റ്സ് ഡ്രൈ ആവുന്നതിന് മുന്നേ അതിന് സർക്കുലർ മോഷൻസിൽ കഴുകിക്കളയാം. ഇതിനെ ഒരു പേസ്റ്റ് ആക്കി വെച്ചിട്ട് വേണമെങ്കിൽ ഒരു ആഴ്ച സമയത്തിൽ ദിവസം നമുക്ക് ക്യൂബ്സ് ആയിട്ട് മുഖം കഴുകുമ്പോഴോ അല്ലെങ്കിൽ ഫേസ് പാക്ക് ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതായിരിക്കും. ഇത് ദിവസം ഉപയോഗിക്കുമ്പം നല്ലൊരു തിളക്കം, അതുപോലെ ചെറിയ ചെറിയ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതുപോലും മാറ്റി കിട്ടും. സെക്കൻഡ്, ഉരുളക്കിഴങ്ങിന്റെ ജ്യൂസ് അല്ലെങ്കിൽ പൊട്ടാറ്റോ ജ്യൂസ്, അതിനൊപ്പം ഹണി, ഒരു ടീസ്പൂൺ ഹണി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഓവർ എ പീരീഡ് ഓഫ് 30 മിനിറ്റ്സ് അല്ലെങ്കിൽ 40 മിനിറ്റ്സ് മുഖത്തും കഴുത്തിനും ഇട്ട് കൊടുക്കാം. ഇതിടുമ്പം പല ലേയേഴ്സ് ആയിട്ട് ഒരു 1, 2, 3, 4 ടൈംസ് അങ്ങനെ പല ലേയേഴ്സ് ആയിട്ടും ഇതിന് ഇട്ട് വെച്ചാൽ ഓവർ കൺസിസ്റ്റന്റ് യൂസ് ഇറ്റ് വിൽ ഗിവ് യു ഇനഫ് ചേഞ്ച്. അപ്പം സ്കിൻ കുറച്ചും കൂടി സോഫ്റ്റ്, സപ്പിൾ ആയിട്ട് നമുക്ക് കിട്ടും. തേർഡ്, പഴത്തിന്റെ പേസ്റ്റ്, ബനാന പേസ്റ്റ് ഉണ്ടാക്കി ആ പൾപ്പും അതിനൊപ്പം മിൽക്കിന്റെ ക്രീം, പാലിന്റെ മുകളിലുള്ള പാടുണ്ടല്ലോ അതും അതുപോലെ ഹണിയും ചേർത്ത് കൊടുത്തിട്ട് ഈക്വൽ റേഷ്യോസിൽ ചേർത്ത് കൊടുത്തിട്ട് മുഖത്തിനും കഴുത്തിനും നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇത് നല്ല ഡ്രൈ സ്കിൻ ഉള്ളവരിൽ കുറച്ചും കൂടി ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരും. ഡ്രൈ സ്കിൻ ഉള്ളവരിന് കുറേ നല്ല മാറ്റം കാണാൻ പറ്റും. ചെറിയ റെഡ്നെസ്, അതുപോലെ തൊലി ഇറങ്ങി വരുന്നതൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ മാറ്റം കിട്ടുന്നതായിരിക്കും. പിന്നെ ഒരു ഹോം റെമഡി നമ്മൾ ലിപ്സിന് വേണ്ടിയിട്ട്. ലിപ്സിന്റെ ഡാർക്ക് കളർ മിക്ക ആൾക്കാർക്കും ഉണ്ടാകാം. അവരിൽ എക്സ്ഫോലിയേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതിന് ഒരു ടീസ്പൂൺ ഷുഗർ, പഞ്ചസാരയും അതുപോലെ തന്നെ ഹണിയും മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിനെ സ്ലോ മോഷനിൽ ലിപ്സിലോട്ട് റബ്ബ് ചെയ്ത് കൊടുക്കുക. ഒരു 1 മിനിറ്റ് 2 മിനിറ്റ്സ്, അതിനായിട്ടും കൂടുതലൊന്നും വെക്കാൻ പാടില്ല. കുളിക്കുന്ന സമയത്ത് ഇത് നമുക്ക് ചെയ്യാം. ഇത് ദിവസം ചെയ്യാനുള്ള കാര്യങ്ങളല്ല. യു ക്യാൻ ഡൂ ദാറ്റ് മേ ബി വൺസ് ഇൻ എ വീക്ക് അല്ലെങ്കിൽ വൺസ് ഇൻ 10 ഡേയ്സ് പോലെ നമുക്ക് ചെയ്യാം. ചെയ്തു കൊടുത്ത പാടെ തന്നെ രാത്രി കിടക്കുമ്പം കോക്കനട്ട് ഓയിൽ, വെളിച്ചെണ്ണ നമ്മളെല്ലാവരും വീട്ടിലുള്ള ഒരു സാധനമാണ്, അതിനെ നല്ല രീതിയിൽ റബ്ബ് ചെയ്ത് കൊടുക്കാം. കൺസിസ്റ്റന്റ് യൂസ് ചെയ്യുമ്പം കുറച്ച് ഈ ഡാർക്ക്നെസ് ഒക്കെ ഉള്ളതൊക്കെ നല്ല രീതിയിൽ മാറ്റം കാണുന്നതായിരിക്കും. ഇതൊക്കെ സാധാരണ രീതിയിലുള്ള സ്കിൻ പ്രോബ്ലംസിന് മാത്രമാണ് നമ്മൾ അഡ്വൈസ് ചെയ്യാറ്. ഒരാളിലെ പിമ്പിൾസ് ഉണ്ട്, കരിമാങ്കല്യം ഉണ്ട്, നല്ല കട്ടിയായിട്ടുള്ളൊരു തൊലിയാണ്, അലർജി ഒക്കെ ഉള്ളവരിൽ ഇതുപോലുള്ള ഹോം റെമഡീസ് ഞാൻ അഡ്വൈസ് ചെയ്യാറ് ഒട്ടുമില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇത് ഉപയോഗിക്കുമ്പോൾ തന്നെ ചില ആൾക്കാർക്ക് അലർജിക് റിയാക്ഷൻസ് ഉണ്ടാകാം. അതുപോലെയുള്ള ആവശ്യത്തിനുള്ള മാറ്റങ്ങളൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. കംപ്ലീറ്റ് നോനോ ആയിട്ടുള്ള ചില സാധനങ്ങളുണ്ട്. ഏതൊക്കെയാണ്? വെളുത്തുള്ളി. ചിലവർ ഡയറക്റ്റ് ആയിട്ട് പിമ്പിൾസ് വരുമ്പോൾ വെളുത്തുള്ളി അവിടെ വെച്ചു കൊടുക്കും, അല്ലെങ്കിൽ ലെമൺ ജ്യൂസ് ഇട്ട് കൊടുക്കും, ഇൻക്ലൂഡിങ് ടൊമാറ്റോ ജ്യൂസ് പോലും ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ ആസ്ട്രിൻജന്റ് പ്രോപ്പർട്ടീസ് ഉള്ള സാധനങ്ങളാണ്. അപ്പം മുഖത്തിന് കുറച്ചും കൂടി ഡ്രൈ ആക്കാം. ഡ്രൈ ആക്കാത്തുണ്ടെങ്കിലും നെക്സ്റ്റ് ഡേ ഇതൊക്കെ ചെയ്തിട്ട് നെക്സ്റ്റ് ഡേ വെയിൽ കൊണ്ടുവന്നാണെങ്കിൽ സ്കിന്നിന് ഇറിറ്റേറ്റഡ് ലുക്ക് കൊണ്ടുവരാം. സോ ഇത് അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ. എന്നാൽ ഇത് മാത്രം പോരാ. നാച്ചുറൽ ആയിട്ടുള്ള ഹോം റെമഡീസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് സൺസ്ക്രീൻ ഉപയോഗിക്കുക. വെയിൽ കൊള്ളുന്ന സാഹചര്യം കുറഞ്ഞു കിട്ടുക. അതുപോലെ നല്ല രീതിയിൽ തിക്കായിട്ടുള്ള സൺഗ്ലാസസ് അല്ലെങ്കിൽ ഗോഗിൾസ് ഉപയോഗിക്കുന്ന ഒരു ഹാബിറ്റ്. നല്ലോണം വെള്ളം കുടിക്കുക. ഉറക്കം നല്ലോണം കിട്ടുക. ഏകദേശം ഒരു 6 മണിക്കൂർ 8 മണിക്കൂറിന് ദിവസം ഉറക്കം കിട്ടുക. ഫുഡ് കഴിക്കുന്ന നമ്മളെ ഭക്ഷണ രീതി കുറച്ച് മാറ്റുക. ആൻറ്റി ഓക്സിഡൻസ് ഉള്ള ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് കൂടുതലായിട്ട് കഴിക്കാൻ നോക്കുക. നമ്മളെ ഡയറ്റിൽ ഇങ്ങനത്തെ മാറ്റങ്ങൾ ഇല്ലാണ്ട് പല ടൈപ്പിലുള്ള ക്രീംസ് അതുപോലെ തന്നെ ഹോം റെമഡീസ് ട്രൈ ചെയ്ത് ഗ്ലോ കിട്ടുന്ന ഒരു സാഹചര്യം വളരെ കുറവാണ്. സോ ഇറ്റ്സ് എ ഹോളിസ്റ്റിക് അപ്രോച്ച്. നമ്മൾ ജീവിതശൈലി തന്നെ ചെറിയ രീതിയിൽ മാറ്റിക്കൊണ്ടുവരാം. അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുമ്പോഴായിരിക്കും ഈ പറയുന്ന ഗ്ലോ, ബ്ലെമിഷ് ഫ്രീ, ബ്രൈറ്റ് സ്കിന്ന് നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നാണെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫോർ വാച്ചിങ്.